മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുവെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ. ലീഗിലെ KM ഷാജിയാണ് ദേവർകോവിലുമായി ചർച്ച നടത്തുന്നത്. എന്നാൽ ഔദ്യോഗിക ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് KM ഷാജി പ്രതികരിച്ചത്. അതേസമയം മുസ്ലിം ലീഗ് പ്രവേശനം തള്ളി അഹമ്മദ് ദേവർകോവിൽ രംഗത്ത് വന്നിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പോകില്ലെന്നും മുസ്ലിം ലീഗിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞിരുന്നു. പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരടിസ്ഥാനവുമില്ലെന്നും INL-ലും ഇടതുമുന്നണിയിലും ഉറച്ചു നിൽക്കുമെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. ഒരു സാഹചര്യത്തിലും ഇടതുപക്ഷ മുന്നണിക്ക് പുറത്തു പോകണമെന്ന ചിന്ത ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗുമായി ഒരു തരത്തിലുള്ള ബന്ധവും ആഗ്രഹിക്കുന്നില്ലെന്ന് അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മണ്ണാർക്കാട് INL സംഘടിപ്പിച്ച പരിപാടിക്ക് പോകുന്നതിനിടെ പള്ളിയിൽ സമസ്തയുടെ ഒരു മുൻ പ്രസിഡന്റിന്റെ ഖബറിസ്ഥാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാർത്ത വന്നതെന്ന് അഹമ്മദ് ദേവർകോവിൽ പറയുന്നു. ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രചാരണം ഉണ്ടായതെന്നും INL-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ചിലരുമാണ് വാർത്ത പ്രചരിപ്പിച്ചതെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കുന്നത്. സമസ്ത ലീഗ് വിഷയത്തിലെ തന്റെ അഭിപ്രായം തെറ്റിദ്ധരിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത ലീഗ് വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും ഇരു കൂട്ടർക്കും ഇടയിലെ തർക്കം ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. CPM-ന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇത്. സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ലീഗ് ശ്രമിക്കുന്നു എന്നാണ് CPM പറയുന്നത്. നേരത്തെ തന്നെ INL-ലെ പ്രവർത്തന രീതിയോട് CPM-ന് അത്ര താല്പര്യമില്ലെന്ന തരത്തിൽ വാർത്തകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. പാർട്ടിയിലെ വിഭാഗീയതയും തുടർന്നുള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമായി പറയുകയും ചെയ്യുന്നു. 2021 കൊച്ചിയിൽ ചേർന്ന പാർട്ടിയിലെ യോഗത്തിലുണ്ടായ വാക്കേറ്റവും തുടർന്നുള്ള പുറത്താക്കലുമാണ് CPM-നെ ഏറെ ചൊടിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കാൻ CPM-ഉം ഇടതുമുന്നണിയും ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. PSC അംഗത്വത്തിനായി കാസിമിരിക്കൂർ 40 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ഒരു വിഭാഗം ആരോപിച്ചതും CPM-ന്റെ കടുത്ത അമർഷത്തിന് ഇടയാക്കിയിരുന്നു. മുസ്ലിം സംഘടനകൾക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതിനാൽ INL-നെ കൂടെ നിർത്തേണ്ടത് CPM-ന് ആവശ്യമായിരുന്നു. അതിനാലാണ് CPM ഇടപെട്ട് തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കി മുൻപോട്ടു പോയത്. അതിനിടെ INL-ലെ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി തങ്ങൾക്കൊപ്പം എത്തിക്കാൻ ലീഗ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിലിപ്പോൾ ഏറെക്കുറെ വിജയിച്ചു എന്ന തരത്തിലുമാണ് വാർത്തകൾ പുറത്തുവരുന്നത്. LDF-ൽ നിന്ന് ഉടൻ വിട്ടുപോകില്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതുണ്ടാവുമെന്നാണ് പല കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയും. പക്ഷേ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രം അല്ലെങ്കിൽ അഭ്യൂഹങ്ങളായി തന്നെ തുടരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് രാജിവെച്ചത്. അദ്ദേഹത്തിനൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവും രാജിവെച്ചിരുന്നു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് ടേം പൂർത്തിയാക്കുന്നതെന്നും മന്ത്രിയാക്കിയത് LDF ആണെന്നുമാണ് രാജിക്കത്ത് സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് അന്ന് അദ്ദേഹം പറഞ്ഞത്.